ഹായ് ഗോൾഡൻ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഏപ്രിൽ 1-ാം തീയതി, ഏപ്രിൽ ഫോളാക്കുന്ന ദിവസം. പക്ഷെ ഇന്ന് നമുക്ക് ഫോളല്ല, നമുക്കിന്ന് പണിയുണ്ട്. ഇന്ന് ഒരു പണിക്കിറങ്ങാണ്. എവിടെ സ്ഥലം എന്ന് ഗോൾഡൻ മുതലാളിക്ക് മാത്രമേ അറിയുള്ളൂ. ഗോൾഡൻ എവിടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് മോട്ടർ കയറ്റിയില്ലേ? മോട്ടർ കയറ്റി വെച്ചു. എന്നാൽ സ്വിച്ച് ബോർഡൊക്കെ കയറ്റിയും ഗോൾഡൻ. അതേപോലെ കാല് പിടിക്കണ്ട. വെരി ഗുഡ്. അതേപോലെ നമ്മുടെ ബ്ലോഗറിന്റെ വീട്ടിലാണ് പ്രതീഷ്. ആരുടെ വീട്ടിലാണ്? യൂട്യൂബ് ബ്ലോഗർ പ്രതീഷിന്റെ വീട്ടിലാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അതേപോലെ കാല് കുഴിക്കണം, കാലിൻ്റെ അവിടെ അവിടുന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, മോട്ടറൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ആവശ്യം വരും. അതായത് കാലൊക്കെ കുഴിക്കണം, കടപ്പാറൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് വാടക വീടാണ്, സ്വന്തം വീടല്ല. വാടക വീട്ടിലാണ് ഈ ഓസം കൊണ്ട് വെച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, വാടക വീട്ടിലാണ്. അത് 2-3 ആൾക്കാരുണ്ട് പണിക്ക്. ഇതെന്തിനാ കടപ്പാറ? കടപ്പാറ കാല് കുഴിക്കാൻ. ഓക്കെ, കാല് കുഴിക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ഗോൾഡൻ മജീദ് ജനിച്ച വീട്, ഗോൾഡൻ മജീദിൻ്റെ തറവാട്. വളരെ മനോഹരമായ ഒരു കിണറൊക്കെ ഗോൾഡൻ മജീദിൻ്റെ തറവാട്ടിലുണ്ട്. ഹായ് ഗോൾഡൻ. സാധാരണ ഡോക്ടർമാരുടെയും വക്കീലന്മാരുടെയും വീട്ടിൽ മാത്രം കാണപ്പെടുന്ന ബോർഡ് അത് നമ്മുടെ ഗോൾഡൻ മജീദിൻ്റെ വീട്ടിലുണ്ട്. ഗോൾഡൻ മജീദ് മണ്ണൂർ. മൊബൈൽ നമ്പർ എഴുതി. പഴയ ഇരുമ്പ് കച്ചവടം, കിണർ വൃത്തിയാക്കൽ, വാട്ടർ ടാങ്ക് വൃത്തിയാക്കൽ, യൂട്യൂബറാണ് എന്നതിനുള്ള എല്ലാ തെളിവുകളുണ്ട്. ഗോൾഡൻ മജീദിൻ്റെ വീട്ടിലെ ബോർഡാണിത്. ഹായ് ഗോൾഡൻ, നമുക്കിനി സാധനമൊക്കെ നടത്തിയാലോ? എത്രയും പെട്ടെന്ന് പണി ആരംഭിക്കുക. ഓക്കെ, വാ തുറക്കൂ. ഗോൾഡൻ, ഐറ്റംസൊക്കെ പുറത്ത് വയ്ക്കുമോ? ഏതോ ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞ് പോണ സൗണ്ടാണ്. ഇതാണ് നമ്മുടെ ഗോൾഡൻ മജീദിൻ്റെ ഉമ്മ. എന്തമ്മൻ്റെ പേര്? ഫാത്തിമ. ഇവിടെ ഉമ്മ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ഉമ്മ ഒറ്റയ്ക്ക് താമസം അല്ലേ? അഴകുള്ള ഫാത്തിമ, അരിമപ്പു ഫാത്തിമ, ഗോൾഡൻ മജീദിൻ്റെ പുന്നാര ഉമ്മ ഫാത്തിമ. ഗോൾഡൻ മജീദ് വളർത്തുന്ന ഒരുപാട് പൂച്ചകൾ ഈ വീട്ടിൽ കാണാൻ കഴിയും. ഒരു 10-13 പൂച്ചകളുടെ ഉണ്ട്. ഹായ് ഗോൾഡൻ, എന്നാൽ നമുക്ക് ഐറ്റംസൊക്കെ പുറത്ത് വയ്ക്കുക. എല്ലാം പുറത്ത് വയ്ക്കൂ. ഗോൾഡൻ മജീദിനെ പണിക്ക് പോകാൻ പൂച്ച സമ്മതിക്കില്ല. ആ പൂച്ചനെ കൊണ്ട് പോയാലോ? ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഗോൾഡൻ മജീദിൻ്റെ സ്ഥിരം പണിക്ക് പോണ വണ്ടി. KL9Y 8183. സഹായത്തിന് 3 പേരുണ്ട്. 3 അല്ല, അതിൽ കൂടുതൽ പേരുണ്ടാവും. സ്ഥിരം സഹായത്തിനുള്ളത് 3 പേരാണ്. സഹദ് മോൻ, അതാണ് വണ്ടിയുടെ പേര്. ഓക്കെ ഗോൾഡൻ, പോവാ. കുറച്ച് കയറ്റിയിട്ടുള്ളൂ. വന്നോളേ. അപ്പോൾ നമ്മുടെ ഗോൾഡൻ മജീദൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗോൾഡൻ മജീദ്. ഹായ് മജീദ്, വരും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ചേറെടുക്കാനും വരികയാണ്. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്നിട്ട് ആൾ വരുന്നുണ്ട്. കയറ്റിയിട്ടുള്ളൂ, വണ്ടി കയറ്റി. അപ്പോൾ മജീദൊക്കെയാണ് വരുന്നത്. ഗോൾഡൻ മജീദൊക്കെയാണ്. അപ്പോൾ മജീദൊക്കെ വന്നിട്ട് അവളുടെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ സെറ്റപ്പ് എല്ലാം കൂടിയിട്ടാണ് വരുന്നത്. അതാ കണ്ടല്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ.
വരകെട്ടിയ ആ വലിയ നിറയെ ആയിട്ടുണ്ട്. ഇന്നലെ കുറച്ച് പേര് ടാങ്കി മൊത്തം പോയി രാവിലെ അത് മണ്ണെടുത്ത് വേറെ ഉറവ് മണ്ണെടുത്താലും ഉറവ് വരും. ഒരു ഗ്ലാസ് വെള്ളം തന്നാ മതി. കുടിക്കാനും കഴിക്കാനും ഒക്കെ തരാം. ഫോൺ ഇറക്ക് സാധനങ്ങൾ ഇറക്കി എല്ലാ സാധനങ്ങളും നമ്മള് ബക്കറ്റിലാണ് ഇത് ആദ്യമായിട്ട് കാണുകയാണ്. കൊട്ടയിലാണ്. ആ എല്ലാരും കൊട്ടയിലാണ്. കൊട്ടയിൽ ഒരുപാട് കുറേശ്ശേ കൊള്ളുള്ളൂ, പക്കറ്റിലാകുമ്പോൾ നിറയെ കൊള്ളും. കാല് മരത്തിന്റെ കാലത്ത് അതിൽ പിടിച്ചിട്ടേ. അതല്ലേ? അപ്പൊ എന്റെ നേരിട്ടുള്ള പൈപ്പ് ഉണ്ട്. അപ്പം അടുക്കളയ്ക്ക് അങ്ങനെ നമ്മള് ബക്കറ്റാകുമ്പോൾ ഫുള്ളായിട്ട് നിറച്ചു കൊടുക്കും. ഇത് വലിക്കും മണ്ണ്, എത്ര മണ്ണെണ്ണി വലിക്കും. യൂണിസില്ല, ലെങ്ത്തും കൂടെ കെട്ടിയിട്ട് നമ്മള് ഇവർക്ക് വലിച്ചു കൊടുക്കും. ലീവ് കൊടുത്ത ആൾക്കാര് അവർക്കൊക്കെ ലീവ് കൊടുത്താൽ വലിയ മണ്ണ് മാത്രമേ വലിയ പണി വരുമ്പോ മാത്രം അവനെ വിളിക്കും. ഭാഗ്യം ലാസ്റ്റ് ഓർഡർ കേൾക്കണം. മോട്ടർ ഫസ്റ്റ് കോണി ഇട്ടിട്ട് ഇവിടേക്ക് ഒന്ന് ക്ലിയർ ആക്കുക. ബാക്കി കംപ്ലീറ്റ് അടിച്ച് വൃത്തിയാക്കാം. ചൂലും കൊണ്ട് കുത്തി ചൂല് എടുത്തിട്ട് വന്നാലേ അടിച്ച് വൃത്തിയാക്കാം. ഞാനോ 2 മാസം മുമ്പ് അടിച്ചതാണ്, വൃത്തിയാക്കിയതാണ്. അത് കൊടുത്ത് പിന്നെയും അതൊരു വല എന്തെങ്കിലും കെട്ടിയാൽ മതി അമ്മ. നല്ല വില ഉണ്ട്. വല കെട്ടിയതാണ്. വല നിറഞ്ഞു മുറിച്ചെടുക്കുക ചെയ്തു. എന്റെ പുതിയ വലയുണ്ട്, അത് ഇട്ടിട്ടില്ല. വല ഒന്ന് പൊക്കിയിട്ട് ഇവിടെ താത്തി കെട്ടുക, നമുക്ക് തട്ടി തട്ടി ഇങ്ങനെ എടുക്കാലോ. ഇത് നല്ല ബലം ഉണ്ടാ. പിന്നെ അതിനാണ് നോക്കി അത് പിടിച്ചത്. ചെടി ചെടി ബലമുണ്ടേ. ചെടി കുത്തിട്ടാണ് നല്ല തട്ടി പോകാം. നായ്ക്കുട്ടിയാകുമ്പോ ഫ്രണ്ടിൽ പെട്ടേ കെട്ടാനും വഴിയില്ല. ഇന്നത്തെ പരിപാടി പണിയാണ്. ഇന്നത്തെ പരിപാടി ഇവിടെയാണ്. വെള്ളം പിന്നെ എടുക്കാം. നമ്മൾ ഏകദേശം പണി തുടങ്ങട്ടെ. ഇനി വെള്ളം കുടിക്കാൻ നേരം ഉണ്ടാവും. അടി പറയണം. എത്ര ഉണ്ടായാലും നമുക്ക് വണ്ടി കെട്ടെ, എത്ര ഉണ്ടായാലും വണ്ടി കെട്ടാ ആവശ്യമില്ല. കാല് വെക്കാൻ പറ്റില്ല. വണ്ടി ബാക്കിൽ നിർത്തുക, എന്നിട്ട് ആ പേര് കോണി അതിന് മുകളിൽ ഇട്ട് പിന്നെ അങ്ങനെ പറ്റില്ലെങ്കിൽ അതിന് മുകളിൽ കാലിന് വെച്ചിട്ട് അവിടെ തേക്കിലും കെട്ടിയിട്ട് ചെയ്യാം. ഇവിടെ താഴെ ക്ലിയർ ആക്കാം, എന്നിട്ട് നമുക്ക് ചിന്തിക്കാം. കോണി കയറണം, കോണി കൊണ്ട് കയറാണ്ട് അവിടെ കോണി മുമ്പിലിട്ട് കയറ് പിടിച്ച് നിർത്തുമോ. പിന്നെ വീഡിയോ കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കണ്ടേ. അപ്പം മജീദൊക്കെ അപ്പം തുടങ്ങല്ലേ അപ്പോൾ? അപ്പോൾ അതാള് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കിണറ്റിലേക്ക്. അപ്പോൾ നമ്മുടെ ഗോൾഡൻ മജീദ് എന്ന് പറയുന്ന മജീദൊക്കെയാണ്. അപ്പോൾ അതെ, കൂടെ ഉണ്ട്, കൂടെ അക്ബറണ്ണനുണ്ട്, പിന്നെ ആളെ അക്ഷയാണ്. അപ്പോൾ അവർ വന്നിരിക്കുന്നത് മൊത്തം നല്ല കണ്ടില്ലേ, ഓട്ടോ കണ്ടില്ലേ. അപ്പോൾ ആളെ എല്ലാ സെറ്റിങ്സും ഇതിലാണ്, ഓട്ടോയിലാണ്.
അപ്പോൾ അത് എല്ലാവരും കൂടിയിട്ട് ഓർഡർ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആവശ്യത്തിന് പുറത്തു പോകേണ്ട ആവശ്യമില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ വെളിയിൽ പോവുള്ളൂ. ഇതാണ് നമ്മുടെ ലീഡർ ഗോൾഡൻ മജീദ് മണ്ണൂർ. അതെ. അപ്പോൾ മജീദൊക്കെ ഇതാ നമ്മളെ തുടങ്ങിയിട്ടുണ്ട്. നല്ല നല്ല അത് തിരിച്ച് ഇല്ല രണ്ടുപേരിനും ഞാൻ ഇവിടെ ചവിട്ടി പിടിച്ചു. കയറ് പോയി. രണ്ടുപേര് അച്ചടി വെട്ടിക്കാനാ അതിന്റെ മണം. ഒക്കെ തട്ടിയില്ല. ആ കോടയിലെടുത്തോ അക്ബറ. അല്ല അക്ഷയ് കോടയിലെടുത്തോ. ഇല്ല കായോടെ ഇല്ല. മതിയല്ലേ? ആ തന്നെ കോടായി. എങ്ങനെ പുള്ളി നിൽക്കുന്നത് അറിയണ്ട. അതെ എല്ലാ ഭാഗത്തും അങ്ങനെ കയറി കെട്ടാൻ പറ്റില്ല. അതെ അതെ നമ്മൾ ഭാഗങ്ങൾ കെട്ടണത് ചവിട്ടി പിടിച്ചിട്ടാണ് ആളെ ഇറക്കിയിരിക്കണല്ലോ. ഇപ്പോൾ നമ്മുടെ മജീദൊക്കെ ഇറക്കിയിരിക്കണത് ഇവർ കൂടെ നിൽക്കുന്ന നമ്മുടെ അക്ബറണ്ണനാണ്. ആളുടെ ഒരു ബലത്തിലാണ് നമ്മൾ മജീദൊക്കെ ഇറങ്ങിയിരിക്കണത്. കണ്ടില്ലേ കാലിൽ ചവിട്ടി പിടിച്ചിട്ട്. നമ്മുടെ മജീദ് ഇപ്പോൾ ക്ലീനിങ്ങിലാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങുള്ളൂ. അതെ മൊത്തം ആദ്യം വൃത്തിയാക്കിയിട്ട് വേണം താഴേക്ക് ഇറങ്ങണൊക്കെ. ഇപ്പോൾ കോടാലി എന്ന് പറയുന്നത് നമ്മുടെ മരം വെട്ടാൻ മാത്രമല്ല നമ്മൾ കിണർ വൃത്തിയാക്കാനും പറ്റും. മജീദൊക്കെ ആയുധങ്ങളാണ് എന്താ വരണം. ഇപ്പം നമ്മുടെ കോടാലി കിട്ടി. കൈമഴു
കൈമഴു. നമ്മൾ പരശുരാമൻ എറിഞ്ഞിട്ട് പുഴ ഉണ്ടായിരിക്കണത് ഇപ്പം മജീദൊക്കെയാണ് അത് കൈകാര്യം ചെയ്യണത്, കിണറാക്കി മാറ്റിയത് അല്ലേ. നമ്മൾ മജീദൊക്കെ നിൽക്കുന്നത് പുരണം കയറിൽ ചവിട്ടി പിടിച്ച കയറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെവിടെയും കെട്ടാനുള്ള സൗകര്യം ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ഇവരിങ്ങനെയാണ് ചെയ്യാറ്, കാരണം പിടിച്ച് നിൽക്കണത്. അല്ലെങ്കിൽ വീഡിയോ കാണും ജനങ്ങൾ വിചാരിക്കും നമുക്കൊരു പണിയില്ല. അതെ അതെ, കാരണം ഇപ്പം ഇന്നിപ്പോൾ എല്ലാവരും പണിയിലാണ്. ഇപ്പം നമ്മുടെ എല്ലാവരും പണിയിലാണ്. ഗോൾഡനാണ് കൂടുതൽ പണി. അതെ, എല്ലാവർക്കും ബുദ്ധിമുട്ട്. അതെ അതെ അതെ. അതിൽ വരണം. അപ്പോൾ നമ്മൾ മറ്റേക്ക് എല്ലാം കൂടി ചവിട്ടി പിടിച്ചിട്ടാണ് ഇറങ്ങണത്, അകത്തേക്ക് ഇറങ്ങണത്. കണ്ടില്ലേ? അങ്ങനെ കൊണ്ടുപോവാ. എന്താ അപ്പോൾ നമ്മുടെ അനീഷേട്ടനാണ് ചവിട്ടി പിടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? കയറ് കെട്ടലൊന്നുമില്ല, ചവിട്ടി പിടിക്കുക ചെയ്യണത്. അല്ലേ ഫോൺ എടുക്കാൻ അതൊക്കെ ശരിയാക്കാം. നമുക്ക് വേണമെങ്കിൽ അപ്പം എടുക്കാം. അപ്പം ആവശ്യമില്ല. ഫോൺ എടുക്കാം. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നമ്മൾ നിൽക്കും. പ്രദീപന്റെ സബ്സ്ക്രൈബറാണ്. അതെ അതെ അതെ. അത് ഈ ഭാഗത്ത് നോക്കി പുറത്ത് അപ്പം തന്നെ പുറത്തല്ലേ അല്ലേ? അപ്പം നമുക്ക് ഈ ഭാഗത്ത് നിൽക്കാനുള്ള സൗകര്യം ഇല്ല, അതുകൊണ്ട് ഒരു കോണി ഇറക്കിയിരിക്കണം. കോണി ഇറക്കിയിട്ട് കയറിൽ ചവിട്ടി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അതേമാതിരി നമ്മൾ മരത്തിൽ കെട്ടി വെക്കലോ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അവരുടെ അക്ബറിൻ്റെ ബലത്തിലാണ്, കാലിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. നിൽക്കണ്ടല്ലേ, ഉള്ളിലേക്ക് കോണി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ മജീദൊക്കെ അതാ ഗോൾഡ് മജീദൊക്കെ നമ്മൾ ഇറങ്ങി കോണിയിൽ ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. കോടാലി കൈമഴു. നമുക്ക് ബലം കൂടുതലാണ്. അതൊന്നും കുഴപ്പമില്ല. മജീദൊക്കെ കൈ മതി, വേരോടെ പുഴക്കിയതാണ്. കോടാലിൻ്റെ കൈമഴിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഓസം പിടിച്ചിട്ടേ ആ കോടതി അപ്പോൾ നമ്മൾ ഗോൾഡൻ കിണറ്റിലേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി അല്ലേ, താഴെ ഇറങ്ങി നിൽക്കുകയാണ്. അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കണോ? പറയും കോണി അങ്ങോട്ട് അങ്ങോട്ട് വരികയാണ്. ഞാൻ ഇത് ലൂസാക്കട്ടെ. അപ്പുറത്തേക്ക് വല്ല വരിക. അപ്പോൾ കോണി മാറ്റി. മറ്റേതൊക്കെ എങ്ങനെ ഉള്ളിൽ ഓക്സിജൻ ഒക്കെ ഉണ്ടോ? ഉള്ളിൽ അകത്തേക്ക് ഇറങ്ങി നോക്കണം അല്ലേ? അതെ അതെ. ഇവിടെ അല്ലേ? മതിയാ. ചോട്ടത്തെ മതിയാ. ഒരു മിനിറ്റ് അതൊക്കെ വേണമെങ്കിൽ പുറത്തോട്ട് കുമ്പിട്ട് ഇത് കിട്ടുമോ? ഞങ്ങൾക്ക് കിട്ടുമോ? അല്ല നമുക്ക് ആ കോണി വിടണം. ഞാൻ കയറി തുമ്പിട്ട് തരാം. അത് കോണി കൊണ്ട് കിട്ടണം. ഞങ്ങൾ ചാടണ്ടേ? വഴിക്കുന്നില്ല. കോണി ശരിയാക്കട്ടെ. കോണി ശരിയാക്കി ആ ചോറൊക്കെ എടുത്ത് കൈയോടെ അടിക്കും. അവിടേക്ക് പക്ഷേ അവിടെ ചായി പറയുന്നുണ്ടോ?
ആ ഓക്കെ ഇവിടെ റെഡിയാണ്. റെഡിയല്ലേ? രണ്ട് മാത്രം അടി. റെഡിയല്ലേ? രണ്ടും റെഡി. അതാ ചെടി ഇറങ്ങും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇറങ്ങിക്കോളാം. അത് വെറുതെ ഉണ്ടില്ല അവിടെ. അങ്ങനെ പൊട്ടിച്ചോട്ടെ. വെരി ഗുഡ്. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞ് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങണം. ഇനി എന്താ പരിപാടി അടുത്ത്? ഈ കോണ് സെറ്റ് ചെയ്തിട്ട് ആ നമ്മള് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇതൊക്കെ വാരണം. വണ്ടി ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യണം. ഈ മണ്ണ് വലിച്ചെടുക്കാനുള്ള സാമഗ്രികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ആ അതിന്റെ ഐഡിയ കണ്ടിട്ട് നമുക്ക് അതുപോലെ ഓക്കെ. നമ്മളിവിടെ എത്തിക്കിട്ടിയല്ലോ, അമ്മയ്ക്ക് സമാധാനമായില്ലേ? ഈ കോനുണ്ടല്ലോ. കെട്ടിയതിന്റെ മുകളിൽ റിങ് വെക്കാൻ പറ്റുമോ? ഓ കരിങ്കല്ല് നല്ലതാണ്, കരിങ്കല്ല നല്ലത്. കരികല്ല നല്ലത് അതില്ലേ, അത് കെട്ടിയത് ആ വടക്ക് ഭാഗത്ത് ഇത്ര പോകുന്ന കല്ലാണ്. അവര് അതിലേക്ക് തോണി വരെ കെട്ടിയെടുക്കാം. അടിക്കട്ട് ശരിയല്ല. അത് മൊത്തം എടുത്തിട്ട് കെട്ടണെങ്കിൽ റൗണ്ടിൽ കരിങ്കല്ലിൽ പൈസ അല്ലേ? ഇപ്പൊ തൽക്കാലം ഇത് മതി. അമ്മയ്ക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടിയാൽ മതി. അത് പിന്നെയും ആൾക്കാർ വഴി പറഞ്ഞ ആ മണ്ണ് പിന്നെയും അത് അങ്ങനെ വെച്ചാലും മതി. ഓ ഓ മതി. കുറച്ച് വണ്ടി ബാക്ക് വന്നായി പിന്നെ നമുക്ക് കെട്ടിയിട്ട് നമുക്ക് പിന്നെ നമുക്ക് ഓ വണ്ടി ബാക്ക് വരണ്ട. അല്ല, നിങ്ങൾ ആദ്യം കെട്ടി നമുക്ക് അതിനനുസരിച്ച് സീറ്റിംഗ് ആയിട്ട് വണ്ടി ശരിക്കല്ലേ ഇവിടുന്ന് വെച്ചെടുക്കും. അത് കാണാൻ കണ്ടിക്കോളൂ. ശരി ആ കുഴപ്പമില്ല. ഞാൻ ചാടും. എന്റെ പോയി ഞാൻ ചാടാം. ചാടേണ്ട ആവശ്യമില്ല. ഇതുപോലെ കോണി അവിടെ ഇല്ല, അടുത്തേൻ്റെ അവിടെ ഉണ്ട്. കോണികളൊക്കെ ഉണ്ട് പരിപലത്ത്, വീട്ടുകളിലൊക്കെ ഉണ്ട്. കെട്ടാൻ പറഞ്ഞു, അപ്പൊ ഞാൻ വിട്ടാണ്. കെട്ടാൻ പറഞ്ഞ ഞാൻ വിട്ടാണ്. അടിച്ചേരിക്കും. നിന്റെ ഭാഗത്ത് കേൾക്കാശ് ഇതിനൊരു കണ്ടാവട്ടെ. അങ്ങനല്ല കണ്ടി
ഇങ്ങനെ പിന്നെ കെട്ടി കിട്ടില്ല വില കിട്ടില്ല അല്ലേ? അപ്പോൾ ലേശം പോട്ടെ. ആ റെഡി. അങ്ങനെ കിട്ടും. അത്രയല്ലേ വരുള്ളൂ. നിങ്ങൾക്ക് അവർ കട്ടെ പിന്നെ നമുക്ക് ബാക്ക് എടുക്കുമ്പോൾ കുറച്ചും കൂടി കിട്ടുവേ. കെട്ടാം. ഇപ്പൊ ബലത്ത് കെട്ടി കയറുണ്ടല്ലോ, ആ കറുപ്പ് കയറിലൊക്കെ എടുക്കാൻ നമുക്ക് എല്ലാ കയറും ഒന്നിപ്പോൾ തൽക്കാലം കെട്ടിച്ചാൽ കോണി പിടിച്ചത് പ്രതിവട്ടം ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഉണ്ട് 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 എടുത്തോണ്ടേ ഇരിക്കണം. കോഴിയെ സ്ലിപ്പായത് കിട്ടിയാ ഓ അതിരിക്കട്ടെ. അത് പിടിച്ച് നിർത്തിയുണ്ട്. അത് വെറൈറ്റി ആയി. ഇത് കപ്പി വലിക്കാനില്ലാത്ത കിണറിലാണ് നമ്മൾ ഈ സംവിധാനം ചെയ്യുന്നത്. ആ അതൊന്നും പറയാം. ഇതെന്താ ആ, പറയാം. പറയാം, ഇവിടെ ഗ്യാപ്പില്ല. അപ്പൊ നമ്മള് വേറൊരു ഐഡിയ കണ്ടു. ഇതിപ്പോൾ നമ്മൾ എന്തിനങ്ങനെയൊക്കെ കെട്ടുന്ന കാര്യം എന്താണ്? നമ്മുടെ കപ്പി കെട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കിണറിൽ ഇവിടെ കാലില്ലെങ്കിൽ ചെയ്യാനുള്ളൊരു പണിയാണ്. അതെ, ആൾമാർ ഇല്ലാത്തതിന് ഇപ്പോൾ അവർ ഓട്ടോ തന്നെ കൊണ്ടുവന്ന് കളി വലിച്ച് കയറ്റാം. അതെ ഓട്ടോൻ്റെ കേരിയറിൽ കോണി വെച്ച് കെട്ടിയിട്ട് അതിലൂടെ കപ്പിയിട്ട് വലിക്കാനുള്ള ചളി അതിലൂടെ വലിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ കോണി ഇങ്ങനെ കിണറിൻ്റെ ഏകദേശം സെൻറ്ററിലേക്ക് വെച്ചിട്ട് നമ്മളിവിടെ ആൾമറില്ലല്ലോ, അതെ ആൾമറില്ല. അപ്പൊ നമ്മള് ഇവിടെ കാല് കുത്തി വെക്കണം. അപ്പൊ ലേശം ബുദ്ധിമുട്ടല്ലേ? അപ്പൊ വണ്ടി തന്നെ ആ കേലിയറിൽ കോണി വെച്ച് കെട്ടിയിട്ട് ഇവിടെ അങ്ങനെ കറക്റ്റ് കപ്പി വെക്കും. ഇതിൽ നമുക്ക് ചളി വലിച്ചെടുക്കാം. അതെ വളരെ എളുപ്പമാണ്. ഓ ഇതാകുമ്പോ പണിന്റെ സ്പീഡിന് നമുക്ക് അടുത്ത് പണിയിട്ട് പോകാൻ ഓടണ്ടല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് പണിന്റെ സ്പീഡിന് അല്ലെങ്കിൽ കാലൊക്കെ വെച്ച് ഉന്നീസൊക്കെ വെക്കുമ്പോഴേക്കും സമയമാവും. അതെ ഞാൻ എത്തില്ലെങ്കിൽ പണിയാണ് ബുദ്ധിമുട്ടാണ്. അതാകുമ്പോ വണ്ടി കിണറിലേക്ക് എത്തും, ചില ഭാഗത്ത് ഇങ്ങനെ എത്തില്ല, അപ്പൊ ബുദ്ധിമുട്ടാണ്. ഒരു ഊനീസിൻ്റെ ആവശ്യമില്ല. അപ്പം അതെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് പോവാം, അല്ലെങ്കിൽ അടുത്ത വർക്കിനാണെങ്കിലും പെട്ടെന്ന് പോകാൻ പറ്റും. പാത്തിയും സെറ്റ് ചെയ്യണം. അതെ, വണ്ടിന് മുകളിൽ കയറി അപ്പോൾ ഗോൾഡൻ നമ്മളെ വണ്ടര മേലെയാണ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കെട്ടുന്നത് ഒന്നും കൂടെ കാണിച്ചു തരാം, ആളെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. കണ്ടില്ലേ? അല്ലേ? നല്ല ബലത്ത് കെട്ടിക്കണം. ബുണ്ട അപ്പോൾ ഈ കയറിലാണ് ചളി വലിച്ചു കയറ്റുന്നത് അല്ല, ചളി കയറ്റുന്നത്. അല്ല, ഇത് നമുക്ക് കോൺ സെറ്റ് ചെയ്യാം. കോൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ മരത്തിൽ കോണിക്ക് ബലത്തിന് വേണ്ടിയിട്ട് വലിച്ചു കെട്ടണതാണ്. ആ ഇനി കയറ് വേണ്ടി വരും. അത് കയറുണ്ട്, കറുപ്പ് കയറുണ്ട്. ഇവിടെ കറുപ്പ് കയറും. ഇനി ഉണ്ടോ? നമുക്ക് കാപ്പിക്കാറുണ്ട്, നേരൊന്നും കെട്ടാം. കെട്ടാം. ശരി. അപ്പോൾ നമ്മുടെ അവിടെ പാലക്കാട് ചൂട് കൂടുതലാണ്, പക്ഷേ ചൂടൊന്നും വയ്ക്കാതെയാണ് നമ്മുടെ ഗോൾഡ് മജീദൊക്കെ നമ്മളതിൽ ഓട്ടോയുടെ മേലെ ഏണി കെട്ടി അതൊന്ന് കെട്ടിയിട്ടാണ് അതിലേക്ക് നമ്മൾ ആൾമറില്ലാത്ത കിണറാണ്. നമുക്ക് പിന്നെ പാലക്കാട്ടുകാർക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. അതെ പാലക്കാട് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേകത കാര്യമാണ് എല്ലാം കൊണ്ടും. നമുക്ക് പിന്നെ ഈ വെയില് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടി കഴിയും. മറ്റുള്ള ജില്ലക്കാർക്ക് ഇത് കഴിയില്ല, അത് പറ്റില്ല. വെയിലും മഴയൊക്കെ നമ്മുടെ പാലക്കാട് ജില്ലക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്, മറ്റുള്ള ജില്ലക്കാർക്ക് അത് പറ്റില്ല. ഇതിൽ വലുത് വന്നാലും നമ്മൾ കുലുക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. മജീദൊക്കെ നമ്മളെ ക്യാമറ കടിച്ചു പൊളിക്കുന്ന തോന്നുന്നു. കയർ കെട്ടിയിട്ടേ അത്രയും സ്പീഡാണ്. അതെ, ചൂടുണ്ട്. അതെ, ചൂട് നല്ല ചൂടാണ്. ഇപ്പോൾ പാലക്കാട് പറയുമ്പോൾ 42, 43 കഴിഞ്ഞു. അല്ല, കെട്ടൊക്കെ കണ്ട് സ്ട്രോങ് ആയിട്ടുള്ള കെട്ടാണ്. അതെ, ചളി കയറുമ്പോൾ വെയിറ്റ് താങ്ങാനുള്ള ഒരു താങ്ങണം.
മണ്ണെടുക്കാനൊക്കെ ഈ കെട്ട് ധാരാളം. പിന്നെ അത് വലിച്ച് കെട്ടിയിട്ടില്ല, നമുക്ക് വണ്ടി ഒന്ന് സെറ്റ് ചെയ്തിട്ടേ വലിച്ച് കെട്ടാം. ആ ആ അത് ഞങ്ങൾ കെട്ടിയാൽ ഇത് ബലമാവില്ല. അതെ അതെ ഞങ്ങളുടെ വലിവ് കിട്ടില്ല. ഈ മേലെ കയറാൻ പറ്റില്ല. ഇതിന് മുകളിൽ കയറിയിട്ട് ഗോൾഡ് തന്നെ വലിഞ്ഞു കെട്ടണം. ഞാനൊക്കെ കെട്ടിയ അപ്പോസറി കയറി ഉള്ളിൽ വീഴും. ലോഡ് കമ്മിയല്ലേ നമ്മൾ. അതെ അതെ ലോഡ് കമ്മി ചെയ്തുകൊണ്ട് ഗോൾഡിനാകുമ്പോൾ ശരീരം ഫിറ്റാണ് എല്ലാം കൊണ്ടും. അതെ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയണ്ട ആളുടെ ശരീരത്തിന്റെ. അതുകൊണ്ട് തടി കൂടിയ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ ആ ആരോഗ്യം ഹെൽത്തി ആയിട്ടില്ല നമുക്ക് ഇതുപോലെ പണിക്കൊന്നും പറ്റില്ല. അതെ അത് ശരിയാ. എത്ര മണ്ണ് വേണമെങ്കിൽ വലിച്ച് കയറ്റും. അതൊക്കെ ചെയ്യും. അതാ അക്ഷയ് അക്ബറും. അക്ഷയ അക്ബറും അക്ബറും. ഓ ഓ എത്ര മണ്ണുണ്ടെങ്കിലും വലിച്ചു വലിച്ചു കയറ്റും കയറ്റും. വലിച്ചു കയറ്റും. അപ്പൊ ആളുടെ ശരീരപ്രവർത്തനം നിങ്ങൾ കാണണ്ടേ, അതാണ് ഫിറ്റ് ആയിട്ടിരിക്കണ്ടില്ല. ഇതാണ് അക്ബറെണ്ണ പറയണത്. ഫിറ്റാണ് ആള്. ഇനി പനീഷ് കാണിച്ചു തരാം. ഇതാ അക്ഷയ്, സോറി അക്ഷയാണ് ആള്. ശരീരം ഫിറ്റാണ് കണ്ടത്. അപ്പോൾ ഗോൾഡന്റെ ബോഡി ഗാർഡ്സ് വേണമെങ്കിൽ പറയാം. എന്താ പ്രതിഭ കാരണം അവരില്ലെങ്കിൽ ഗോൾഡൻ ഇല്ല, അതാണ് ഒരു അങ്ങനെയാണ്. അതെ ഇതാ നിൽക്കണം. അപ്പോൾ നമ്മുടെ ആ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ആളുടെ എന്താ പറയുക വെയിലത്തെ വേർത്തെ കുളിച്ചേ കണ്ടല്ലേ. ആ അപ്പം ഇനി ഇറങ്ങിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങാമല്ലേ. കപ്പി സെറ്റ് ചെയ്യണം. ശരി, നമുക്ക് അതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. എങ്ങനെ കപ്പി സെറ്റ് ചെയ്യണമെന്നൊന്ന് കാണിച്ചു കൊടുക്കാം. ശരി, അപ്പം എന്നാൽ താഴേക്ക് ഇറങ്ങിക്കോളൂ. പാലക്കാടിൽ 3 ഐറ്റമാണ് ഫേമസ്. പാലക്കാടൻ മട്ട, പാലക്കാടൻ ബിരിയാണി, പാലക്കാടൻ ചൂട്. അതെ, ആ പാലക്കാടൻ ചൂടിനെ കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതെ. പക്ഷെ അതിന് ഒരാളും കൂടി ഉണ്ടല്ലോ നമ്മുടെ കൂടെ. അക്ഷയാണ്. അക്ഷയ് ഉണ്ട്, അക്ബറുണ്ട്, പിന്നെതാ ഏറ്റവും ലീഡറായിട്ട് ഗോൾഡൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ അപ്പം അങ്ങനെ ആ കെട്ട് കഴിഞ്ഞിറങ്ങി. ഓക്കെ, നമുക്കൊരു കപ്പ് കിട്ടും. അപ്പോൾ അത് ആ കപ്പി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കപ്പി കെട്ടാനുള്ളതാണ്. അതെങ്ങനെ കെട്ടണമെന്ന് നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പം കപ്പി എടുത്തു. ആ അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ആ കെട്ടിനിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, കപ്പി വലിയൊരു കപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ കമ്പി കൊണ്ടൊക്കെ കെട്ടണത് ചെമ്പ് കമ്പിയാണ്, സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചളി എടുക്കുന്ന സമയത്ത് വരുന്നതാണ്. ഇനി നമുക്കത് എങ്ങനെയാണ് ഇവർ കെട്ടുന്നത് എന്ന് പറഞ്ഞാൽ ആൾമറ ഇല്ലാത്ത കിണറുകൾക്കാണ്. ആൾമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ അതാണല്ലോ നിൽക്കുന്നത് എങ്ങനെയാണെന്നല്ല, ഇതാണ് കിണർ, ആൾമറ ഇല്ലാത്ത കിണറാണ്. അപ്പോൾ ഇങ്ങനെയാണ് കമ്പി കെട്ടിക്കൊണ്ടിരിക്കണേ. അതിനും ഒരു പ്രത്യേക കഴിവാണ് ഗോൾഡൻ അല്ലേ. കറുപ്പാണെങ്കിൽ മാറ്റി തടസ്സം ഉണ്ടെങ്കിൽ തടസ്സം ഉണ്ടെങ്കിൽ കറുപ്പ് മാറ്റി കറുപ്പില്ലേ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഇത് കപ്പിൻ്റെ ഉള്ളിൽ മേലെ കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. റെഡി ആയിക്കോട്ടെ. ഇനി അവിടെ കപ്പിയും കൂടെ അവിടെ കെട്ടാൻ പറ്റി. അപ്പോൾ ഗോൾഡിന് കയറിട്ട് കെട്ടാൻ പോവാണ്. മൂപ്പർക്കൊരു പ്രൊട്ടക്ഷൻ. അതെ, കട്ടറല്ല അങ്ങനെ നമ്മൾ നിൽക്കുന്ന ഒരു ഇത് കണ്ടില്ല, കിണറിൽ ആൾമറ ഇല്ലാത്തതുകൊണ്ട് ആൾക്കൊരു ബലത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അങ്ങോട്ട് ചരിവ് വരാതിരിക്കാനും അതേമാതിരി ഒരു ബലത്തിനാണ്. അത് പിടിക്കുന്നത് നമ്മുടെ അക്ബറണ്ണനാണ്. അപ്പോൾ ആളുടെ ഫിറ്റാണ്. അത് ആളുടെ ബലത്തിലാണ് നിൽക്കുന്നത്. അതെ, അങ്ങനെ എടുത്തോളൂ. ചെമ്പ് വളയ്ക്കണം. മറ്റേ ഇരുമ്പ് കമ്പിയും കൂടി വളയില്ല. ഇരുമ്പ് കമ്പിയും കൂടി വളയില്ല. ചെമ്പ് കമ്പിയാണ് വേഗം വളയും. അതിനാണ് ചെമ്പ് ഉപയോഗിക്കുന്നത് അല്ലേ. സ്ട്രോങ് ആവും.
ഇനി ഒന്ന് ചുറ്റിയാ ക്ലിയർ. പൊതുവെ വേനൽക്കാലമാണ് ഇപ്പോൾ, ചൂട് ഭയങ്കര കൂടുതലാണ്. പൊതുവെ വേനൽക്കാലത്ത് ചൂട് കൂടുതലാണ്, ഉള്ളിൽ ഓക്സിജൻ കമ്മിയുണ്ടാവും. അപ്പോൾ കിണറിനെക്കുറിച്ച് അറിയാത്തവർ ഇറങ്ങിയിട്ട് അപകടം വരുത്തി വയ്ക്കരുത്. അതിന് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രം വിളിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂപ്പര് പിന്നെ കിണറിന്റെ കാര്യത്തിൽ ബിരുദാനന്ദ ബിരുദം നേടിയ ആളാണ് മൂപ്പര്. PhD ഗോൾഡൻ അല്ലേ? ഗോൾഡൻ മജീദ്. ബക്കറ്റ് എടുത്തോട്ടെ. അപ്പം നമ്മുടെ കപ്പിയിലേക്ക് കയറിറക്കിയില്ലേ? അപ്പം നമ്മൾ സാധാരണ കൊട്ടയിലാണ് ചളി കയറുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഗോൾഡൻ്റെ ആളുടെ വേറൊരു വെറൈറ്റിയാണ്. ബക്കറ്റുകളാണ് കയറുന്നത്. ഇരുമ്പിൻ്റെ ബക്കറ്റാണ്. ഇതിലാകുമ്പോൾ ഒരു 40 കിലോ മണ്ണൊക്കെ ഒറ്റയടിക്ക് വരും. അതെ, 40 കിലോ മണ്ണൊക്കെ ഒരു ബക്കറ്റിൽ ഒറ്റയടിക്കാണ്ട് കയറി വരും. സ്പേസ് ഉണ്ട്. കൊട്ടേനെ കട്ടിങ് ചളി കയറാനുള്ള സ്പേസും 2 കൊട്ട മണ്ണ് കയറും അല്ലേ മജിക? ഇതൊക്കെ ഞങ്ങൾ പണിന്റെ സ്പീഡിന് വേണ്ടി ചെയ്യണം. അല്ലെങ്കിൽ വൈകുന്നേരം വരെ ആക്കി മെല്ലെ മെല്ലെ ചെയ്യാം. ഇരുന്ന് ചായ കുടിച്ച് റെസ്റ്റെടുത്ത് ഇതൊക്കെ പണിന്റെ സ്പീഡിന് ഒക്കെ കറക്റ്റാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ മതി. ലേശം ലേശം എടുക്കണം, കുറച്ച് ബാക്ക് എടുക്കണം, ലേശം ബാക്ക് എടുക്കാം. വെള്ളം ലേശം മുക്കിയില്ലേ? ഒന്ന് മുക്കി അത്യാവശ്യം മുക്കി. ഇനി മുങ്ങാണ്ട് മണ്ണ് കയറുണ്ടായിരുന്നു. അത് നമുക്ക് അതിനുള്ളിൽ തന്നെ ഒഴിക്കാം. ഒരു ഓക്സിജൻ ക്ലിയർ ആവട്ടെ അല്ലേ? മണ്ണ് കയറി ഇപ്പം അക്ബറണ്ണ തന്നെയാണ് അതിൽ ഒഴിക്കണം, വെള്ളം ഒഴിക്കണേ. എന്താ അത് ഓക്സിജൻ ഒന്ന് ക്ലിയർ ആക്കാനേ. വണ്ടി നല്ല ചേർത്തിട്ട് വണ്ടി ഒന്ന് ബാക്ക് എടുക്കുക. അര പകരം പോയി. അക്ഷയ് അര പക്കറ്റായി. അപ്പോൾ നമ്മൾ അക്ബറണ്ണ അക്ഷയ് അല്ലാതെ ഒരാളും കൂടി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നെക്സ്റ്റ് വീഡിയോ, കഴിഞ്ഞ വീഡിയോയിൽ ആള്. ഷിഹാബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവരില്ല. അപ്പോൾ അതെ, ഇന്നിപ്പോൾ നമ്മൾ അക്ഷയ് അക്ബറാണ്, നമ്മുടെ ഗോൾഡനാണ് കൂടെ. പിന്നെ ഗോൾഡൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരും വേണ്ടെന്നുള്ള സ്ഥിതിയിലാണ്. അതെ അതെ, ഗോൾഡൻ മതി. ഗോൾഡനാണ് മസ്റ്റ്. ഹെൽപ്പറായിട്ട് ആര് 2 പേരും മതി. അതിപ്പോ ഗോൾഡൻ ഞങ്ങളെ വിളിക്കുന്നത് മാത്രമാണ്. ഗോൾഡൻക്ക് ഞങ്ങൾ ആരും വലിയ സ്ത്രീകളെ കൊണ്ട് പോയിട്ടും പണിയെടുക്കും. ആള് മൂപ്പരാണ് മെയിൻ ആള്, ഉസ്താദ്. നമ്മൾ വിളിക്കുമ്പോഴേക്കും വന്ന് വരണം, അല്ലെങ്കിൽ നമ്മൾ ഔട്ടാക്കും. അതെ, അതാണ് ജോലി, അതാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള. നമ്മൾ വിളിക്കുമ്പോഴേക്കും എത്തണേ. അതിനാണ് ആൾക്കാർ ഇവിടെ എന്ത് കാര്യത്തിനെ പറ്റി രണ്ടാളും അധികം ഓടി വരിക. ബുദ്ധിമുട്ടുണ്ടോ ബക്കറ്റ്? ഇല്ലല്ലോ. അല്ല, വണ്ടി കുറച്ച് ബാക്കിലേക്ക് ആക്കിയാൽ അങ്ങനെയല്ല. അയ്യാ നമുക്ക് വേണ്ട കമ്പി എന്തെങ്കിലും എടുക്കാം. അതാ അതൊന്നും വെച്ചോ.
ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഈ ഭാഗത്തേക്ക് കൊട്ടണം. അവിടേക്ക് ആകുമ്പോൾ പിന്നെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പണി 3-4 ബക്കറ്റ് അതിൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് ഇട്ടോളൂ, ഇവിടെ ഇട്ടാലും കുഴപ്പമില്ല. ഈ സൈഡ് ഇട്ടാൽ മതി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ബക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല അത് 2 മോട്ടർ വെച്ചാണ്. നമ്മൾ അരയിച്ച ബക്കറ്റ് കൊണ്ട് കോരാം. ഫുള്ളായിട്ട് കയറ്റിയാൽ നന്നായി വെച്ച് കെട്ടിക്കാം. നല്ല സ്ട്രോങ് ആയിക്കോട്ടെ. കെട്ടിക്കോ കെട്ടിക്കോ കെട്ടി ഗോൾഡൻ വരും. ആ ഗോൾഡിന്റെ ഹൂക്കിലാണ് കിട്ടുന്നത്. ആ കോഴി എടുത്ത് പോവാ. കോണി പിടിക്ക് വേണ്ടേ? അതാ നമുക്ക് വെച്ച് കെട്ടാൻ വേണ്ടിട്ടേ. അതേ അവിടെ കുത്തു കൊടുക്കണം കേട്ടോ. ആ ചെറിയ കോണി കുത്തു കൊടുക്കണം. പൊട്ടും. വെയിറ്റ് വന്ന പൊട്ടും. വളയും അല്ല അതല്ല, ഒരു കുത്തു കൊടുക്കണം. എനിക്ക് ബെൻഡാവും. ജസ്റ്റ് ഒന്ന് കുത്തു കൊടുത്താൽ അതിൽ അങ്ങനെ ഇറങ്ങുമ്പോൾ കോണി വേണ്ട. അക്ഷയ് അങ്ങനെ ഇറങ്ങുമ്പോൾ കോണി വേണ്ട. ഓവർ വെയിറ്റ് ഇല്ല. ബെൻഡാക്കേണ്ട പറയാം. യാതൊരു പ്രശ്നമില്ല. ആയിക്കോട്ടെ, എന്നാലും ലോഡ് വരും. ഇവിടെ മണ്ണായാലും ലോഡ് വരും. അതിലേക്കൊരു കുത്തു കൊടുത്ത് ഈ കോണിയില്ലേ അതിലേക്കൊരു കുത്തു കൊടുത്തായി. ആ അതിലേക്ക് ലോഡ് വരാൻ പാടില്ല. ലോഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോണിയിലെ അവിടെ കാല് കുത്തുറക്കണം. എന്തായാലും കുത്തണം. എന്തായാലും എക്സ് പോലെ കൊടുക്കണം. പോരെ കോണി ആയിക്കട്ടെ. അവിടെ കുത്തു വയ്ക്കാൻ പറ്റുമോ? കോണി കുത്തു കൊടുക്കണം. ഇനി അത് കോണി ബെൻഡാവും. ഈ വെയിറ്റ് കൊണ്ട് കുറച്ച് മണ്ണായാലും 1/2 ബക്കറ്റ് ആയാലും കുറച്ച് വെയിറ്റ് വരും. അപ്പോൾ ഇത് കുത്തു ലാസ്റ്റ് വെയിറ്റ് കൊണ്ട് വളയില്ല. ഒരു കാര്യം ഇതുകൊണ്ട് ഈ ടയറിന് ഇവിടെ നിന്ന് അങ്ങോട്ട് കുത്തു കൊടുത്തു കഴിഞ്ഞാലേ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ടാണ്. അക്ഷയ കൂടെ അക്ഷയ കൂടെ അത് ആ കുത്ത് ഇവിടെ കൊടുക്കാം. ഇവിടുന്ന് അവിടെ കുത്ത്. പിന്നെ വലിക്കാൻ ബുദ്ധിമുട്ട്. അതിൻ്റെ അല്ല അപ്പുറത്തേക്ക് കുറച്ചും കൂടി ഇപ്പുറത്ത്. അതിലെ കുത്തും. എന്നിട്ട് അതിലെ അതിൽ നിന്നാൽ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ വളയില്ല. അങ്ങനെ അതിക്കാ ഇനി എന്ത് ചെയ്യേണ്ട അറിയോ? ഒരു കയറെടുത്തിട്ട് ആ കയറ് അതിലേക്കൊന്ന് വെച്ചു. ടയറിലേക്ക് സപ്പോർട്ട് ചെയ്യും. അതെ റെഡി. ഓക്കെ. ഇനി ഒരു കെട്ട് കെട്ടിക്കോളും. വേണ്ടേ ഇത് ഇതിങ്ങനെ ആടിക്കളിക്കും. അപ്പൊ മതിയില്ലേ? അതിനുള്ള സെറ്റപ്പ് കമ്പിയും കൂടി കിട്ടാം. അതന്നെ ഒരു കാരണം കൊണ്ടാണെങ്കിൽ ഇവിടെ കിട്ടാം. സംഭവം അനിയില്ല. മുട്ട അതിലേക്ക് കൊടുത്ത് നന്നായി. ഇനി 3/4 ബക്കറ്റ് വലിച്ചാലും പൊട്ടില്ല.
ശരി ശരി. മുക്കാൽ പാക്കറ്റ് വലിച്ചാലും പൊട്ടില്ല. പൊട്ടില്ല, അത് മതി. അനങ്ങില്ല അത്. അതെ. നമ്മുടെ ഈ വണ്ടി ഉള്ളതുകൊണ്ട് എല്ലാത്തിനും ഉപകാരമാണ്. എന്താ അക്ബറേ? അതെ. പക്ഷെ ഇങ്ങനെ കിട്ടുമോ അതോ വേറെ എന്തെങ്കിലും വെക്കണം? ഇത് മതി നമുക്ക്, ഈ കമ്പി മതിയാ? ആ മതി മതി, അല്ലെങ്കിൽ കോടാരി ഇതല്ല. ഓടാൻ്റെ പകരം വേറെ സെറ്റപ്പ് ഉണ്ട്. ഞാൻ കാണിച്ചു. ഇത് വെച്ച് കിടന്നത് എങ്ങനെയുണ്ട്? ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം. മതി. കുത്തു കൊടുത്താൽ എങ്ങനെയുണ്ട്? വില ഇല്ലേ? ഇങ്ങനെ എടുത്ത് അത്രയാണ്. ആ എപ്പോൾ കണ്ടിക്കാൻ വിളിക്കാം. ശരിക്കേ ആ അരിപ്പൊന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ കുറച്ച് വെള്ളം പുറത്തേക്ക് വിടാം. ആയിക്കോട്ടെ. കുറച്ച് വെള്ളം കുറച്ച് വെള്ളം അല്ലേ? ആയിക്കോട്ടെ. പോട്ടെ. സാക്കാ അതെയാ? ഇനി വേണം. മതി. ഇവിടെ കുറച്ച് തുറന്നു പോകാം. കുറച്ച് വെള്ളം അടിച്ചു. ആയിക്കോട്ടെ. ഞാൻ ഇറങ്ങിയിട്ട് പോരെ? ഇറങ്ങി പൊടിക്കാം. ഇല്ലേ, പ്രതിയോട്ട് ഇവിടെ തുറക്കാൻ പറ്റും. ആ അവിടെ വലിക്കാം, അത് വലിച്ചോളൂ. പൈപ്പ് വെച്ച് തുറക്കും. പ്രതിയോട്ട് തുറന്നു വലിച്ചാൽ തുറക്കും. അത് വലിച്ചോ, തിരിച്ച് വലിച്ചാൽ മതി. കുറച്ച് വെള്ളം വേണമെങ്കിൽ എന്തിനും പിടിച്ചു വെക്കാം ബക്കറ്റിലേക്ക്. ഗോൾഡൻ നമ്മളിന്ന് പുള്ളോട് മാങ്കുറിശി പുള്ളോടിൻ്റെ ഇടയിൽ പാണ്ടിനാട് എന്ന സ്ഥലത്താണ് നമ്മൾ ഉള്ളത് അല്ലേ മജിക്ക? കംപ്ലീറ്റ് കിണർ വറ്റിക്കണം, മണ്ണെടുക്കണം, അതിനെ വന്നിരിക്കുന്നത്. പക്ഷേ ഗോൾഡൻ ആദ്യമായിട്ട് തൊപ്പിയൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കണം. എന്താ ചെയ്യുക, ഭയങ്കര ചൂട് മാത്രമല്ല, പിന്നെ കിണറിറങ്ങുമ്പോൾ ചെറിയ പൊടിക്കല്ലൊക്കെ തലയിൽ വീഴാതിരിക്കാനാണ്. തൊട്ടപ്പുറത്ത് ഓട്ടോറിക്ഷയിൽ കേലിയാറിൽ കോണി കെട്ടിയിട്ടാണ്, മറ്റൊരു കോണി താങ്ങ് കൊടുത്തിട്ടാണ് കപ്പി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആൾമറിയും കപ്പിയൊന്നുമില്ല. അതുകൊണ്ട് തൊട്ടപ്പുറത്ത് വണ്ടി നിർത്തി അതിൻ്റെ മുകളിൽ കേലിയാറിൽ കോണി വെച്ച് കെട്ടി, ഒരു കോണി മുട്ട് വെച്ച് കൊടുത്ത് കപ്പി കെട്ടി, ഒരു കയറ് അപ്പുറത്ത് തേക്കിലേക്ക് വലിച്ച് കെട്ടി കംപ്ലീറ്റ് കെട്ടി ഇവിടെ എല്ലാം വൃത്തിയാക്കിയതാണ്. പുല്ല് പറിച്ചു. ഇതിനുള്ളിൽ ചേരെടുക്കാനുണ്ട്. മണ്ണ് കുറച്ച് കൊട്ടി എങ്കിലും ഒരു ലേശം കൂടെ ഉണ്ട്. പുല്ലൊക്കെ പറിച്ച് ചപ്പൊക്കെ വലിച്ചെടുത്തു. ഇത് നമ്മുടെ പറളിയിലുള്ള ഒരു യൂട്യൂബറിൻ്റെ വീടാണ്, പ്രദീപ് കുമാർ. എന്താമാ ഞങ്ങൾ ഉച്ചയാകുമ്പോഴേക്ക് ഈ പണിയായിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വേറൊരു സ്ഥലത്തേക്ക് പോകാറുണ്ട്. ഊണ് കഴിക്കാനും നിൽക്കില്ല അമ്മ, വേറൊരു പണിയുണ്ട്. അപ്പോഴേക്കും നിൽക്കും. അപ്പോഴേക്കും ഞങ്ങൾ പോകും. വേണ്ടമ്മ. എന്താണ്